We start with the topic reaction of acids with the sodium hydrogen carbonate activity. Take a small amount of sodium hydrogen carbonate, then add acid to it. We get brisk effervescence or bubbles. This shows the formation of carbon dioxide. Here we take small quantity of sodium hydrogen carbonate and then add hydrochloric acid. We get brisk effervescence. This brisk effervescence shows the formation of a gas which is carbon dioxide. In addition to carbon dioxide, two other products are obtained here, that is sodium chloride and water. സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് HCl റിയാക്ട് ചെയ്യുമ്പം ബ്രിസ്ക് എഫർവസൻസ് എന്ന് പറഞ്ഞാൽ ബബിൾസ് പോലെ ഫോം ചെയ്യുന്നതിനെയാണ് ബ്രിസ്ക് എഫർവസൻസ് എന്ന് പറയുന്നത്. ദാറ്റ് ബ്രിസ്ക് എഫർവസൻസ് ഷോസ് ദി ഫോർമേഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ്. അപ്പം സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് HCl റിയാക്ട് ചെയ്യുമ്പം ലിബറേറ്റ് ചെയ്യുന്ന ഗ്യാസ് ആണ് കാർബൺ ഡയോക്സൈഡ്. ഇത് കൂടാതെ രണ്ട് പ്രോഡക്റ്റും കൂടി ഇവിടെ ഫോം ചെയ്യും. വൺ ഈസ് സോഡിയം ക്ലോറൈഡ് ആൻഡ് അതർ ഈസ് വാട്ടർ. ഇവിടെ റിയാക്ഷൻ നടക്കുന്നത് സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റിനകത്തുള്ള സോഡിയവും HClലെ Cl കമ്പൈൻ ചെയ്യും. സോഡിയം കമ്പൈൻസ് വിത്ത് ക്ലോറിൻ ടു ഫോം സോഡിയം ക്ലോറൈഡ്. ദെൻ CO3യിലെ ഒരു കാർബണും 2 ഓക്സിജൻ ആറ്റംസും കൂടെ കമ്പൈൻ ചെയ്ത് കാർബൺ ഡയോക്സൈഡ് ആയിട്ട് അങ്ങ് മാറി. ഇനി NaHCO3യിലെ ഒരു ഹൈഡ്രജനും HClലെ ഹൈഡ്രജനും കൂടെ ചേരുമ്പം H2, CO3യിൽ നിന്ന് 2 ഓക്സിജൻ CO2 ആയിട്ട് പോയി, ഇനി ഒരു ഓക്സിജൻ അവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഈ 2 ഹൈഡ്രജനും ഇവിടുത്തെ ഒരു ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്ത് വാട്ടറായിട്ട് മാറും. So we get sodium chloride, water and carbon dioxide. Explain the reaction of sodium hydrogen carbonate and HCl എന്ന് ചോദിച്ചാൽ sodium hydrogen carbonate reacts with the HCl to form sodium chloride, water and carbon dioxide. Then next reaction of calcium hydrogen carbonate with sulfuric acid to form calcium sulfate, water and carbon dioxide. Here calcium combines with the sulfate to form calcium sulfate. ഇനി HCO3യിൽ നിന്നും ഒരു കാർബൺ ഡയോക്സൈഡ് പോവും. ഈ CO3യെ നമുക്ക് CO2 ഓയും കൂടെ ചേരുന്നതാണല്ലോ CO3. അപ്പം ഒരു CO2 ഒരു HCO3യിൽ നിന്ന് ലിബറേറ്റ് ചെയ്യും. അങ്ങനെ 2 HCO3 ഇവിടെ ഉണ്ട്. ഒരു HCO3യിൽ നിന്ന് ഒരു CO2. അപ്പം 2 HCO3യിൽ നിന്ന് എത്ര CO2 ഫോം ചെയ്യുന്നുണ്ട്? 2 CO2. ദെൻ ഒരു HCO3യിൽ ഒരു ഹൈഡ്രജൻ. 2 HCO3 ആകുമ്പോൾ 2 ഹൈഡ്രജൻ ഉണ്ടല്ലോ. അതേപോലെ തന്നെ ഒരു HCO3യിൽ നിന്ന് ഒരു ഓക്സിജൻ കിട്ടും. അപ്പോൾ ഇവിടുത്തെ ഈ 2 ഹൈഡ്രജനും CO3യിലെ ഒരു ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്യുമ്പം 1 മോളിക്യൂൾ വാട്ടർ ഫോം ചെയ്യും. ഇനി H2SO4നകത്തെ 2 ഹൈഡ്രജൻ ആറ്റം ഉണ്ടല്ലോ, അതും ഇവിടുത്തെ ഒരു ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്യും. HCO3യിൽ നിന്ന് ഒരു CO2 പോയി കഴിഞ്ഞ് പിന്നെ ഒരു ഓക്സിജൻ ഉണ്ട്. ദിസ് ഓക്സിജൻ കമ്പൈൻസ് വിത്ത് H2 ടു ഫോം വാട്ടർ. അപ്പം ടോട്ടൽ എത്ര വാട്ടർ മോളിക്യൂൾ ഫോം ചെയ്യും? 2 വാട്ടർ. Calcium hydrogen carbonate reacts with the sulfuric acid to form calcium sulfate, water and carbon dioxide. Then another reaction. Magnesium hydrogen carbonate reacts with the HCl to form magnesium chloride,
water and carbon dioxide. Magnesium reacts with the Cl to form magnesium chloride. Then water and carbon dioxide are another products. See here, magnesium hydrogen carbonate reacts with HCl to form magnesium chloride, water and carbon dioxide. Sodium hydrogen carbonate reacts with HCl to form sodium chloride, water and carbon dioxide. Similarly, calcium hydrogen carbonate reacts with the sulfuric acid to form calcium sulfate, water and carbon dioxide. ഈ മഗ്നീഷ്യം ഹൈഡ്രജൻ കാർബണേറ്റ്, സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്, അതുപോലെ കാൽഷ്യം ഹൈഡ്രജൻ കാർബണേറ്റ്, ഇതെല്ലാം മെറ്റൽ ഹൈഡ്രജൻ കാർബണേറ്റിന്റെ എക്സാമ്പിൾസ് ആണല്ലോ. മഗ്നീഷ്യം, സോഡിയം, കാൽഷ്യം ഇതെല്ലാം മെറ്റൽസ് ആണ്. അപ്പോൾ ഇതിനെയെല്ലാം നമുക്ക് കോമൺ ആയിട്ട് മെറ്റൽ ഹൈഡ്രജൻ കാർബണേറ്റ് എന്ന് പറയാമല്ലോ. Then HCl, sulfuric acid, these are acids. അപ്പോൾ മെറ്റൽ ഹൈഡ്രജൻ കാർബണേറ്റ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന പ്രോഡക്ട്സ് ആണ് സോൾട്ട്. മഗ്നീഷ്യം ഹൈഡ്രജൻ കാർബണേറ്റ് HCl-യുമായിട്ട് റിയാക്ട് ചെയ്തപ്പം മഗ്നീഷ്യം ക്ലോറൈഡ്, ഇറ്റ് ഈസ് എ സോൾട്ട്. സോഡിയം ക്ലോറൈഡ്, കാൽഷ്യം സൾഫേറ്റ് ഇതെല്ലാം സോൾട്ടാണ്. പിന്നെ കിട്ടുന്നത് വാട്ടറും കാർബൺ ഡയോക്സൈഡുമാണ്. സോ മെറ്റൽ ഹൈഡ്രജൻ കാർബണേറ്റ് reacts with acid to form salt, water and carbon dioxide. Name the gas liberated by the reaction of metal hydrogen carbonate with acid. The gas liberated by this reaction is carbon dioxide. Or what are the products obtained by the reaction of metal hydrogen carbonate with acid, salt, water and carbon dioxide? സോൾട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഏത് മെറ്റൽ ഹൈഡ്രജൻ കാർബണേറ്റ് ആണെന്ന് നോക്കണം. ആ മെറ്റലും ആസിഡ് HCl ആണെങ്കിൽ Cl-യുമായിട്ടായിരിക്കും കമ്പൈൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു മെറ്റൽ ക്ലോറൈഡ് ആയിരിക്കും. ഈ സൾഫ്യൂരിക് ആസിഡ് ആണെങ്കിൽ മെറ്റലും SO4ഉം കൂടെ കമ്പൈൻ ചെയ്യുന്നത്. അപ്പം നമുക്ക് കിട്ടുന്നത് മെറ്റൽ സൾഫേറ്റ് ആയിരിക്കും. Next, reaction of metal carbonate with the acids. Example, sodium carbonate reacts with the hydrochloric acid to form sodium chloride, water and carbon dioxide. Sodium combines with the Cl. Two sodium atom reacts with the two chlorine atom. One molecule HCl contains one chlorine atom. So, 2 molecule HCl contains 2 chlorine atom. 2 sodium atom combines with the 2 chlorine atom to form 2 NaCl. Then, കാർബണേറ്റിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് റിലീസ് ചെയ്യും. പിന്നെ 2 ഹൈഡ്രജനും 1 ഓക്സിജൻ ആറ്റം കൂടെ കമ്പൈൻ ചെയ്ത് വാട്ടർ ആയിട്ടും മാറും. സോ sodium carbonate reacts with HCl to form sodium chloride, water and carbon dioxide. Another reaction, reaction of magnesium carbonate with the sulfuric acid. Magnesium carbonate reacts with the sulfuric acid to form magnesium sulfate, carbon dioxide and water. Magnesium combines with the sulfate to form magnesium sulfate. H2 combines with the 1 oxygen atom CO3 to form H2O. പിന്നെ ബാക്കി വരുന്നത് CO2 ആണ്. അത് കാർബൺ ഡയോക്സൈഡുമായിട്ട് റിലീസ് ചെയ്യും. We can say magnesium carbonate reacts with the sulfuric acid to form magnesium sulfate, carbon dioxide and water. Can you say what are the products obtained by the reaction of metal carbonate with the acids? See here, sodium carbonate. It is a metal carbonate.
Then magnesium carbonate, it is also a metal carbonate which reacts with acids such as HCl, sulfuric acid, etc. to form salts. Example, sodium carbonate reacts with HCl to form sodium chloride. It is a salt. Then magnesium carbonate reacts with sulfuric acid to form magnesium sulfate. It is also a salt. In this case, which liberate carbon dioxide and form water. So we can say metal carbonate reacts with acid to form salt, water and carbon dioxide. What are the products obtained by the reaction of metal carbonate with acid? Metal carbonate reacts with acid to form salt, water and carbon dioxide. അപ്പോൾ ഒരു മെറ്റൽ കാർബണേറ്റ് അല്ലെങ്കിൽ ഹൈഡ്രജൻ കാർബണേറ്റ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്തൊക്കെയായിരിക്കും? സോൾട്ടും വാട്ടറും കാർബൺ ഡയോക്സൈഡും. എക്സ്പ്ലെയിൻ ദ റിയാക്ഷൻ ഓഫ് മെറ്റൽ കാർബണേറ്റ് ഓർ മെറ്റൽ ഹൈഡ്രജൻ കാർബണേറ്റ് വിത്ത് ആസിഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? മെറ്റൽ കാർബണേറ്റ് ആണെങ്കിലും ശരി, ബൈകാർബണേറ്റ് ആണെങ്കിലും ശരി തന്നെ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്തൊക്കെയായിരിക്കും? സോൾട്ടും വാട്ടറും കാർബൺ ഡയോക്സൈഡും. എന്നിട്ട് എക്സാമ്പിൾസ് എഴുതുക. Name the gas liberated by the reaction of metal carbonate or bicarbonate with acid എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ which gas is liberated? Carbon dioxide. Next, identification test of carbon dioxide. Now we learn metal carbonate or bicarbonate reacts with acid to form carbon dioxide. How will you test the presence of carbon dioxide? Or what is the identification test of carbon dioxide? നമ്മളിപ്പോൾ പഠിച്ചതനുസരിച്ച് ഒരു മെറ്റൽ കാർബണേറ്റ് അല്ലെങ്കിൽ ബൈകാർബണേറ്റ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുവാണെങ്കിൽ കാർബൺ ഡയോക്സൈഡ് ഫോം ചെയ്യും എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഈ ഫോം ചെയ്യുന്ന ഗ്യാസ് കാർബൺ ഡയോക്സൈഡ് തന്നെയാണ് എന്ന് എങ്ങനെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും? പാസ് ദ ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് ത്രൂ ലൈം വാട്ടർ. If the lime water changes into milky, that shows the presence of carbon dioxide. ഈ ഫോം ചെയ്യുന്ന ഗ്യാസ് മെറ്റൽ കാർബണേറ്റ് അല്ലെങ്കിൽ ബൈകാർബണേറ്റ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം ഗ്യാസ് ലിബറേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് അവിടെ ബബിൾസ് ഫോം ചെയ്യുന്നത്. ദാറ്റ് ഗ്യാസ് പാസസ് ത്രൂ ദ ലൈം വാട്ടർ. ലൈം വാട്ടർ എന്ന് പറഞ്ഞാൽ ചുണ്ണാമ്പ് വെള്ളം. ലൈം വാട്ടറിനകത്തോട്ട് ഈ ഗ്യാസ് പാസ് ചെയ്യുകയാണെങ്കിൽ അത് മിൽക്കി ആയിട്ട് മാറും. മിൽക്കി ആയിട്ട് മാറുകയാണ് എങ്കിൽ ദാറ്റ് ഷോസ് ദ പ്രസൻസ് ഓഫ് കാർബൺ ഡയോക്സൈഡ്. വാട്ട് ഈസ് ദ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് ഓഫ് കാർബൺ ഡയോക്സൈഡ്? പാസ് ദ ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് ത്രൂ ദ ലൈം വാട്ടർ. ലൈം വാട്ടർ ചേഞ്ചസ് ഇൻറ്റു മിൽക്കി. ദാറ്റ് മിൽക്കി അപ്പിയറൻസ് ഷോസ് ദ പ്രസൻസ് ഓഫ് കാർബൺ ഡയോക്സൈഡ്. വൈ ദ ലൈം വാട്ടർ ടേൺസ് ഇൻറ്റു മിൽക്കി? Pass the carbon dioxide through the lime water. Solution turns into milky. If excess gas passed through the lime water, milky appearance disappeared. Here we take lime water, chemical name of lime calcium hydroxide, which reacts with the carbon dioxide to form calcium carbonate and water. Here calcium carbonate as precipitate, white precipitate. That white precipitate shows milky appearance. This is the reaction of lime water and carbon dioxide in short period of time. Examine question ചോദിക്കും. Explain the reaction of lime water with the carbon dioxide in a short period of time. What is the reaction? Calcium hydroxide reacts with the carbon dioxide to form calcium carbonate. This calcium carbonate shows milky appearance and water. If we pass excess carbon dioxide to lime water,
After some times we can observe this white precipitate, that is milky appearance, disappears. Why it disappears? കാൽഷ്യം ഹൈഡ്രോക്സൈഡ് കാർബൺ ഡയോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന ഇൻസോലുബിൾ സബ്സ്റ്റൻസ്, ദാറ്റ് ഈസ് വൈറ്റ് precipitate ആണ് കാൽഷ്യം കാർബണേറ്റ്. If we pass excess carbon dioxide, this insoluble calcium carbonate converted to form soluble calcium bicarbonate. So milky appearance disappears. അപ്പം കാൽഷ്യം ഹൈഡ്രോക്സൈഡും കാർബൺ ഡയോക്സൈഡും കൂടെ റിയാക്ട് ചെയ്തിട്ട് കാൽഷ്യം കാർബണേറ്റ് ഫോം ചെയ്യും. ദാറ്റ് ഈസ് ആൻ ഇൻസോലുബിൾ സബ്സ്റ്റൻസ്. ആ ഇൻസോലുബിൾ സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്നത് കൊണ്ടാണ് നമുക്കവിടെ മിൽക്കി അപ്പിയറൻസ് ആയിട്ട് തോന്നുന്നത്. ഈ ഫോം ചെയ്തേക്കുന്നതിലേക്കാണ് നമ്മൾ വീണ്ടും എന്ത് പാസ് ചെയ്യുന്നത്? എക്സസ് കാർബൺ ഡയോക്സൈഡ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എഴുതിയേക്കുന്നത് CaCO3+H2O. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഷോർട്ട് പീരീഡ് ആകുമ്പോൾ കാൽഷ്യം ഹൈഡ്രോക്സൈഡും കാർബൺ ഡയോക്സൈഡും കൂടെ റിയാക്ട് ചെയ്ത് CaCO3യും H2Oയും ആയിട്ട് മാറി. അതാണ് ഈ എഴുതിയേക്കുന്നത്. ഇതിലേക്ക് വീണ്ടും നമ്മൾ എന്ത് പാസ് ചെയ്യുന്നു? എക്സസ് കാർബൺ ഡയോക്സൈഡ്. CaCO3 എക്സസ് കാർബൺ ഡയോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യും. എന്നിട്ട് കാൽഷ്യം ഹൈഡ്രജൻ കാർബണേറ്റ് ആയിട്ട് മാറും. ദാറ്റ് ഈസ് സോലുബിൾ ഇൻ വാട്ടർ. അതുകൊണ്ടാണ് മിൽക്കി അപ്പിയറൻസ് ഡിസപ്പിയർ ചെയ്യുന്നത്. എക്സ്പ്ലെയിൻ ദ റിയാക്ഷൻ ഓഫ് carbon dioxide with lime water in short period of time and long period of time. Explain ചെയ്യാമല്ലോ റിയാക്ഷൻ. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് reacts with carbon dioxide to form calcium carbonate and water. അത് ഷോർട്ട് പീരീഡിൽ. ഇൻ ലോങ് പീരീഡ് calcium carbonate reacts with excess carbon dioxide to form soluble calcium bicarbonate. In short period of time we get milky appearance, but in long period of time this milky appearance disappears. Why it disappears? Because calcium carbonate reacts with excess carbon dioxide to form calcium hydrogen carbonate, that is soluble in water. So milky appearance disappears. This is the identification test of carbon dioxide. Next reaction. Reaction of acids with the metallic oxides. Take a small amount of copper oxide in a beaker. Then add dilute hydrochloric acid. Stir well. After some time, we can observe the black color of copper oxide dissolve in HCl and black color changes to blue-green. Take a small amount of copper oxide. Then add dilute HCl and shake well. After some time, the solution turns into blue-green. In this activity, we take small amount of copper oxide. ഒരു ബീക്കറിനകത്ത് കുറച്ച് കോപ്പർ ഓക്സൈഡ് നമ്മൾ എടുത്തു. All of you know color of copper oxide. What is the color of copper oxide? Color of copper oxide black. എന്നിട്ട് അതിലേക്ക് ഡൈലൂട്ട് HCl ആഡ് ചെയ്തിട്ട് നന്നായിട്ട് സ്റ്റർ ചെയ്യണം. കുറച്ച് കഴിഞ്ഞ് നോക്കാമെങ്കിൽ കാണാം ഈ ബ്ലാക്ക് കളർ കോപ്പർ ഓക്സൈഡ് HClനകത്ത് അങ്ങ് ഡിസോൾവ് ആകുന്നത്. എന്നിട്ട് സൊല്യൂഷന്റെ കളറ് ബ്ലൂ ഗ്രീൻ ആയിട്ട് മാറുന്നതും കാണാം. This blue-green color is due to the formation of copper chloride. കോപ്പർ ഓക്സൈഡിലെ കോപ്പറും HClനകത്ത് Clഉം കൂടെ കമ്പൈൻ ചെയ്യും. One molecule HCl contains one chlorine atom. Here, two HCl molecules take part in chemical reaction. So, one atom of copper combines with the two atom of chlorine to form copper chloride. Then two hydrogen atom ഇവിടെ ഉണ്ടല്ലോ, ഈ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് വാട്ടറുമായിട്ടും മാറും. അപ്പം കോപ്പർ ക്ലോറൈഡിന്റെ ഫോർമേഷനാണ് ബ്ലൂ ഗ്രീൻ ആയിട്ട് മാറുന്നത്. എക്സാമിന് ചോദിക്കുക, എ ബ്ലാക്ക് കളേർഡ് സബ്സ്റ്റൻസ് ഡിസോൾവ് ഇൻ HCl to form
a blue-green colored solution. Name the black colored substance. Name the blue colored compound. What is the black colored compound? Black colored compound, copper oxide. Blue-green, copper chloride. Or explain the reaction of copper oxide with HCl. Copper oxide reacts with HCl to form copper chloride and water. Then, can you say what is the nature of metallic oxide? Here we take copper oxide. Copper is a metal. So copper oxide is an example of metallic oxide. Clear? ഈ മെറ്റാലിക് ഓക്സൈഡ് ഒരു ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തു. അപ്പം നമുക്ക് കിട്ടിയ കോമ്പൗണ്ട്സ് ഒന്ന് സോൾട്ട് ആയിരുന്നു, ഒന്നൊരു വാട്ടർ ആയിരുന്നു. ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ഓർമ്മയുണ്ടല്ലോ. ആസിഡ് റിയാക്ട്സ് വിത്ത് ബേസ് ടു ഫോം സോൾട്ട് ആൻഡ് വാട്ടർ. ആസിഡ് ബേസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് സോൾട്ടും വാട്ടറും കിട്ടുന്നത്. ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് ഒന്നൊരു ആസിഡ് ആയിരുന്നു. ഈ ആസിഡ് മെറ്റാലിക് ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് സോൾട്ടും വാട്ടറുമാണ്. എങ്കിൽ മെറ്റാലിക് ഓക്സൈഡിന്റെ നേച്ചർ എന്തായിരിക്കും? ബേസിക് നേച്ചർ ആയിരിക്കുമല്ലോ. ന്യൂട്രലൈസേഷൻ അനുസരിച്ച് ആസിഡ് റിയാക്ട്സ് വിത്ത് ബേസ് ടു ഫോം സോൾട്ട് ആൻഡ് വാട്ടർ. ഇവിടെ ആസിഡ് മെറ്റാലിക് ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്തപ്പോൾ സോൾട്ടും വാട്ടറും ഫോം ചെയ്തു എങ്കിൽ മെറ്റാലിക് ഓക്സൈഡിന്റെ നേച്ചർ എന്തായിരിക്കണം? ബേസിക്. Explain the reaction of metallic oxides with acids. Metallic oxides reacts with the acid to form salt and water. Example, copper oxide reacts with HCl to form copper chloride and water. This reaction shows that metallic oxides have basic nature. Question ചോദിക്കാം, how will you show that metallic oxides have basic nature? അപ്പോൾ നിങ്ങൾ ഈ ആക്ടിവിറ്റി എഴുതണം. Take a small amount of copper oxide in a beaker. Add dilute HCl and stir well. After some time we can observe that black color copper oxide dissolved in HCl and black color changes to blue-green. This blue-green color is due to the formation of copper chloride. This reaction shows that metallic oxides have basic nature.